ഹായ് സുഹൃത്തുക്കളെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്ന എവിടെ വെച്ചാൽ നമ്മുടെ മേലാറ്റൂർ റെയിൽവേ സ്റ്റേഷനിലാണ് കേട്ടോ. അപ്പോൾ കുറച്ച് ആൾക്കാർക്കൊക്കെ എൻ്റെ വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ടാവും, എന്നെ അറിയാൻ പറ്റുമായിരിക്കും. അപ്പോൾ ഒന്ന് രണ്ട് കാര്യം പറയാനാണ്. ഇപ്പോൾ നിങ്ങൾ തമ്പനയിൽ കണ്ട പോലെ തന്നെ ഇപ്പോൾ നമ്മളെ ഒരു ജോലി നമുക്ക് നഷ്ടപ്പെടുന്ന സമയത്ത്, എന്തൊക്കെ സാഹചര്യത്തിലാണെങ്കിലും ആ ഒരു ജോലി നഷ്ടപ്പെടുന്ന സമയത്താണ് നമ്മൾ ലൈഫിൻ്റെ റിയൽ സ്ട്രഗിള് നമുക്ക് മനസ്സിലാവുള്ളൂ. നമ്മളൊരു ജോലിയിൽ ഉണ്ടാകുമ്പോൾ നമുക്ക് ആ ഒരു എല്ലാ കാര്യങ്ങളും നടന്നു പോകും. പക്ഷെ നമ്മൾ വിചാരിക്കും ഈ ഒരു ജോലി ഒന്ന് പോയിരിക്കണമെങ്കിൽ, മീൻസ് ഈ ജോലി എനിക്ക് മാറണം, സെറ്റാവില്ല അങ്ങനെയാണ്. പക്ഷെ നമ്മൾ ഒരു എടുത്തുചാട്ടത്തിലൂടെ നമ്മൾ ജോലി നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ അനുഭവിക്കുന്ന ഒരു സ്ട്രഗിൾ ഉണ്ട്. കാരണം ഞാൻ ആ സ്ട്രഗിൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം എനിക്കിപ്പോൾ ഫാമിലീസ് ഉണ്ട്, കുട്ടികളുണ്ട്, അതുപോലെ ഒരുപാട് പേയ്മെൻറ്റ് കാര്യങ്ങൾ, ലോൺ പേയ്മെൻറ്റ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് ചെയ്യാനുണ്ട്. പക്ഷേ നമുക്കിപ്പോൾ ഒരു ജോലി, ഒരു ഇൻകം നമ്മളത് സ്റ്റോപ്പ് ചെയ്യുമ്പോഴാണ് നമ്മൾ ആ ഒരു ഇത് നമ്മൾ ഫേസ് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ, നിങ്ങളൊക്കെ ഇങ്ങനെ മാറാനോ ജോബ് ചേഞ്ച് ചെയ്യാനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ പരിപാടികളിലേക്ക് മാറണം എന്നൊക്കെ ആഗ്രഹിക്കുമ്പോൾ ഒന്ന് ഡബിൾ ചെക്ക് ചെയ്യുക. കുറച്ച് നിങ്ങൾ സാക്രിഫൈസ് ചെയ്യാൻ റെഡി ആവണം. കാരണം ലൈഫ് ഒരു ഈസി ആയിട്ടുള്ള കാര്യമല്ല. പ്രത്യേകിച്ച് ഒരു ഫാമിലി ആയിട്ട് നിൽക്കുന്ന ഒരാളും കുട്ടികളും ഒരുപാട് കമ്മിറ്റ്മെൻറ്റും കാര്യങ്ങളും ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരിക്കലും ലൈഫ് ഈസി അല്ല. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുറച്ചും കൂടി ആലോചിച്ചിട്ട് നിങ്ങൾ ജോലിയിൽ നിന്ന് തീരുമാനമെടുക്കുക, ജോലിയിൽ നിന്ന് ചേഞ്ച് ചെയ്യുന്ന കാര്യത്തിലൊക്കെ ഒരു തീരുമാനമെടുക്കുക. ഇതെൻ്റെ ഒരു ലൈഫ് എക്സ്പീരിയൻസ് ആണ്. കാരണം എനിക്ക് എൻ്റെ എക്സ്പീരിയൻസ് ചിലപ്പോൾ ഒരുപാട് ആൾക്കാർക്ക്, ഇതുപോലെ ചിന്തിക്കുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ കണക്റ്റഡ് ആവാനായിട്ട് പറ്റും. ഇപ്പോൾ നാട്ടിലാണെന്നുണ്ടെങ്കിൽ തന്നെ ഇപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച കാര്യങ്ങളൊന്നും പെട്ടെന്ന് നടന്നോളന്നില്ല. അപ്പോൾ ആ ഒരു സ്ട്രഗിൾ നമ്മൾ ഫേസ് ചെയ്യാനുള്ള ഒരു മനക്കരുത്തും ആ ഒരു കാര്യങ്ങളും റെഡിയാണെങ്കിൽ മാത്രം നമ്മളെ ജോലിയൊക്കെ വിട്ട് ഇറങ്ങാനായിട്ട് പറ്റുള്ളൂ. ഇതിപ്പോൾ ഞാൻ എൻ്റെ ഒരു സിമ്പതി കിട്ടാൻ വേണ്ടി പറയല്ല. കാരണം ഇതുപോലത്തെ ഒരു സാഹചര്യങ്ങൾ നിങ്ങൾക്കും ചിലപ്പോൾ വന്നേക്കാം. അപ്പോൾ നമ്മൾ ഉള്ള ജോലി നമ്മൾ പരമാവധി, നിങ്ങൾക്ക് ഇതുപോലെ സാഹചര്യങ്ങൾ ഫേസ് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾ ഉള്ള ജോലി കളയാതെ നിൽക്കുക. ഉള്ള ജോലിയിൽ തന്നെ നിങ്ങൾ കണ്ടിന്യൂ ചെയ്യുക. അപ്പോൾ അല്ലെങ്കിൽ നമുക്ക് ഇതുപോലത്തെ അവസരങ്ങളൊക്കെ നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരും. കാരണം നമുക്കിപ്പോൾ ഒന്നുമില്ലാത്തൊരു സ്റ്റക്കായി നിൽക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. കാരണം അപ്പോൾ നമ്മൾ ആ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോഴാണ് നമുക്ക് അതിൻ്റെ ഒരു റിയൽ ഒരു ബുദ്ധിമുട്ട് നമ്മൾ ഫേസ് ചെയ്യുള്ളൂ. അപ്പോൾ ഞാൻ അങ്ങനെ ഒരു ബുദ്ധിമുട്ടിൽ ഫേസ് ചെയ്യണോണ്ട് എനിക്കിങ്ങനെ പറയാനായിട്ട് പറ്റും. അപ്പോൾ അങ്ങനെ ഒരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ളൊരു വീഡിയോ നിങ്ങൾക്ക് പറഞ്ഞു തന്നു എന്നുള്ളൂ. അപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്തതുപോലെ തന്നെ എൻ്റെ ചാനലിലെ ബാക്കിയുള്ള വീഡിയോസ് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബായ്.